എന്താ ഭാർഗു? അശോകും റാമും കൂടി എന്താ പ്ലാൻ ചെയ്യുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നാളെ ആ പ്രോഗ്രാം എന്നെ കൊണ്ട് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യിക്കാൻ അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്ര. ഓഹോ, അഥവാ ഈ ഇരയെ ബലി കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിന് മാലയിട്ട് ചെണ്ടയൊക്കെ കൊട്ടി അതിനെ ആഘോഷത്തോടെ കൊണ്ടു നടക്കില്ലേ, അതാണോ ഇത്? അഥവാ ഇത് തന്നെയല്ലേ ഇനി ഇവിടെ നടക്കാൻ പോകുന്നേ? എന്താ ഭാർഗു? നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിക്കല്ലേ. ആ അശോക് നടത്തുന്ന നാടകത്തിന്റെ തിരശ്ശീല ഉയരാതിരിക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എന്ത്? ആ നാടകം നാളെ നടക്കരുത്, അത് മുടങ്ങിപ്പോണം. അതിനെന്തെങ്കിലും ചെയ്യാ. എന്താ മേമ? എന്തെങ്കിലും പറഞ്ഞോ? ലൈക്ക് നാടകം മുടക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും? അതെ, പറഞ്ഞു. പറഞ്ഞത് മാത്രമല്ല, അത് മുടക്കിയിരിക്കും നിന്റെ നാടകം. അതെയോ? ഇത് കേൾക്കാൻ നല്ല രസമുണ്ട് മേമ. കാണാം ആരുടെ നാടകം ആര് മുടക്കുമെന്ന്. എടാ അശോക, നീ ആരാണെന്നുള്ള ബോധ്യം നിനക്ക് വേണം. ആരോടാണ് സംസാരിക്കുന്നത് അറിയാലോ നിനക്ക്? നന്നായിട്ട് അറിയാം ചെറിയ. എടാ, ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ നീ. വീട്ടുകാരോട് അല്പം മാന്യമായിട്ട് സംസാരിക്കേ. ചെറിയ, ഇവിടുന്ന് കഴിച്ചതിന്റെ നന്ദി ഉള്ളതുകൊണ്ട് ഈ വീടിനെ നല്ലത് ആഗ്രഹിക്കുന്നു. തെറ്റ് ചെയ്യുന്നവരെ ഞാൻ എതിർക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഗുഡ് ലക്ക്. സീ യു ടുമാറോ. ഗുഡ് ലക്ക്. ഭാർഗു, അവന്റെ നാവ് വല്ലാതെ ആടുന്നുണ്ട്. ആടട്ടെ, നിർത്താം അവന്റെ ഓട്ടങ്ങളൊക്കെ. സീത, നീ റെഡിയായോ? നിങ്ങളുടെ മകളെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞു. ആണോ? ആ സിഹി എവിടെ? ഇതുവരെ റെഡിയായില്ലേ? ആ, റെഡി ആയിട്ടുണ്ട്. ഞാൻ അവൾക്കുള്ള ഡ്രസ്സ് കുറച്ച് പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു. മകള് ഫസ്റ്റ് ടൈം നാടകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ ആവേശമാണല്ലേ? ശരി. അതെ, എന്റെ മോളെ കാണാൻ എന്ത് ഭംഗിയാ, എത്ര നന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. അവൾ സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ശരിക്കും എക്സൈറ്റഡ് ആറാം ഞാൻ. ഞാനും അതെ. സീത എന്താ സിഹിയുടെ ഫ്രോക്ക് പിടിച്ച് ഫീലായി നിൽക്കുന്നേ? ഇവൾ ഈ ഫ്രോക്കിനെ പറ്റി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരെണ്ണം വാങ്ങിയത്. പക്ഷെ ഇത് കണ്ടപ്പോ ഇവൾക്ക് ആക്സിഡന്റ് ഓർമ്മ വന്നതാണോ? സീത, എന്തു പറ്റി? ഒന്നുമില്ല റാം, ഇത് സിഹിയുടെ ഫേവറേറ്റ് ഫ്രോക്കാ. അവൾക്ക് വലിയ ഇഷ്ടായത്. എനിക്കും അതെ. ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം വരും. പക്ഷേ ഈ ഡ്രസ് എന്തിനാ നീ ഇപ്പൊ എടുത്തത്? ഈ ഡ്രസ്സ് ഡ്രാമയ്ക്ക് വേണം അത്രേ. ഇതോ? ഇതെന്തിനാ? സിഹിയുടെ ക്ലൈമാക്സിനാറാം. സീത പ്ലീസ്, ഇത് നാടകത്തിന്റെ ക്ലൈമാക്സ് ആണെന്ന് പറ. ആ റാം, അതിനല്ലേ ഈ പാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ പോലെ? ശരി റാം, പോയാലോ? ടൈം ആവുന്നില്ലേ? കുട്ടികളുടെ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ ഞങ്ങൾ തന്നെ നോക്കണം.
വാ പോവാൻ നോക്കാം. പോയാലോ? വാ പോവാം. ദൈവമേ, ഇന്ന് ഞങ്ങൾ വിചാരിച്ച പോലെയൊക്കെ നടക്കണേ. ഭാർഗവി ആന്റി ചീത്തയാണെന്ന് അച്ഛനിന്ന് മനസ്സിലാവണം. അതെ ദൈവമേ, ഭാർഗവി ആന്റിയെ അച്ഛനിന്ന് നന്നായിട്ട് വഴക്ക് പറയണം. അങ്ങനെ ചെയ്യണേ ദൈവമേ. സിഹി, നാടകം നന്നായിട്ട് വരാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണോ? ആ സീതമ്മ. ഡോൺ വരും മോളെ, എല്ലാം അടിപൊളിയായിട്ട് നടക്കും. അനി എവിടെ? അനിയൻ നേരത്തെ ക്രിക്കറ്റ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. അതെ അല്ലേ, നമുക്ക് പോയാലോ സീത? നിക്ക് 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 സിഹി, മോള് ഡ്രാമ നന്നായിട്ട് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് എന്ന് പറ. താങ്ക്സ്. മേമ, നിങ്ങൾ വരുന്നില്ലേ? അയ്യോ, ഇത്ര പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങ്, ഞാൻ എത്തിക്കോളാം. അത് ശരിയാണ്. പക്ഷെ മേമയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, മേമയാണ് ഗസ്റ്റ്, വരാൻ മറന്നു പോകരുത്. ഓഫ് കോഴ്സ് അപ്പു, മറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വന്നിരിക്കും. നിങ്ങൾ എന്തായാലും വരണം ആന്റി. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ നാടകവും ചെയ്യില്ല. മോളുടെ നാടകം കാണാൻ വേണ്ടി ഞാൻ എന്തായാലും വരും. ശരി അമ്മേ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാവേ. ബൈ മേമ. ബൈ. ബാ. ഭാർഗവി ആന്റി, വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഞങ്ങളുടെ നാടകം കണ്ട അച്ഛൻ ഞങ്ങളുടെ അടുത്ത് നല്ലപോലെ ദേഷ്യം പിടിക്കും. നിങ്ങളോട് നല്ലപോലെ ദേഷ്യം പിടിക്കും. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വിഷമിപ്പിക്കാനേ കഴിയില്ല. വരൂ വരൂ, നമസ്കാരം. ഹായ്, ഹലോ, എല്ലാരും റെഡിയല്ലേ? ഹലോ സാറേ, നിങ്ങളുടെ മകനെ ക്യാമ്പിൽ വിട്ടതിന് താങ്ക് യു വെരി മച്ച്. അതുമല്ലാതെ ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുടുംബസമേതം ഇങ്ങോട്ട് വന്നല്ലോ. ഐ എം വെരി ഹാപ്പി. മൈ പ്ലഷർ ഷോ. സമ്മർ ക്യാമ്പിൽ നമ്മുടെ കുട്ടികളെ എങ്ങോട്ടെങ്കിലും വിടുന്നതിന് പകരം പരിചയമുള്ളവരുടെ വീട്ടിലേക്ക് വിടുന്നത് ബെറ്റർ ആയിട്ട് തോന്നി. അതുകൂടാതെ ദിസ് ഡ്രാമ, തന്റെ ഡയറക്ഷൻ ഫാന്റാസ്റ്റിക്. താൻ ഇത്ര ടാലന്റഡ് ആണ് എനിക്കറിയില്ലായിരുന്നു ഷോ. തനിക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തൂടെ? വി ആർ ഓൾ വിത്ത് യു. ഷുവർ. ഞാനും അശോകും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എല്ലാ വർഷവും ഇങ്ങനൊരു ക്യാമ്പ് നടത്തണമെന്ന്. റെഡിയാക്ക്. അശോക്, ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കണം മോളെ. ഭാർഗവി മേമയുടെ മുഖംമൂടി ഇന്ന് അഴിച്ചു മാറ്റണം. സത്യം എന്താണെന്ന് റാം എന്നറിയണം. എവിടെയാ സീതയും റാമും? വിളിച്ചിരുന്നോ? ആ, വിളിച്ചിരുന്നു, വരാന്ന് പറഞ്ഞിട്ട്. ആ, വന്നല്ലോ. അശോക. ഹായ് രാമ. ഹൗ, അങ്ങനെ എത്തിയല്ലോ. എന്താ ലേറ്റ് ആയോ ഞങ്ങള്? പിന്നല്ലാതെ, നേരത്തെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന കരുതിയത്, ഇപ്പൊ വന്ന സമയം കണ്ടോ? അയ്യോ, ടെൻഷൻ ആയല്ലേ? വെറുതെ പറഞ്ഞതാ, കറക്റ്റ് സമയത്താ വന്നത്. ഇവരാ ലേറ്റ് ആയത്. ഒന്ന് റെഡി ആവാൻ എത്ര ടൈം എടുത്തെന്നറിയോ? ഞാനോ? ഞാൻ എപ്പോഴേ റെഡി ആയതാ സീത. നിങ്ങൾ എപ്പോഴാ റെഡി ആയത്? കുളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഏതൊക്കെയോ ഫയൽ എടുത്ത് അത് ഒപ്പിട്ടിരിക്കായിരുന്നില്ലേ നിങ്ങള്?
ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റുമോ? അയ്യോ ഇനി അതും പറഞ്ഞ രണ്ടും കൂടി വഴക്കിടാൻ നിൽക്കണ്ട. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. പ്രിയ, സീത, രണ്ടുപേരും ഗ്രീൻ റൂമിലേക്ക് പോയി കുട്ടികളെ റെഡിയാക്ക്. ഓക്കെ? സിഹി, വേഗം റെഡിയാവ്. രാമ, എങ്ങനെയുണ്ട് സ്റ്റേജ്? വലിപ്പം അല്പം കുറഞ്ഞു പോയോ? പെർഫെക്റ്റ് അശോക. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കേൾപ്പിച്ച പോലെ ഉണ്ട്. എവിടെ രാമ? ഭാർഗവി മാമയെ കണ്ടില്ല. ഇത്ര നേരത്തെ വന്നിട്ട് എന്ത് ചെയ്യാനാടാ? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയെന്ന് ഞാനും പറഞ്ഞു. ഓക്കെ. ഭാർഗവി ആന്റി, വേഗം വാ. ഇന്ന് നിങ്ങളെ ശരിയാക്കി തരാം. അച്ഛൻ നിങ്ങളെ വഴക്ക് പറയുന്നത് എനിക്ക് കാണണം. കണ്ടിട്ട് ചാടിക്കളിക്കണം. അനി, ഡയലോഗ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ? ആ മേമ, ഓർമ്മയുണ്ട്. പറ. എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ കൊടുക്കും. അപ്പോ അവന്റെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കുവോ? കറക്റ്റ് ആണല്ലോ. ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. അല്ല മേമേ, സിഹി ഇതുവരെ വന്നില്ലല്ലോ. ശരിയാ. ആ, എത്തിയല്ലോ. വാസിഹി, നീ ഇതുവരെ റെഡി ആയില്ലേ? എവിടെയാ നിന്റെ ഡ്രസ്? ഞാൻ എടുത്തുതരാം മേമ. സീതേ, ഡ്രസ് ഇതാ. അവൾക്ക് ഈ ഫ്രോക്ക് കണ്ടപ്പോ എല്ലാം ഓർമ്മ വന്നെന്ന് തോന്നുന്നു. സീത, റെഡിയാക്കണ്ടേ സിഹിയെ? സീത, നീ ഓക്കെ അല്ലേ സീത? സിഹി റെഡിയായോ മോളെ? റെഡി ആയിക്കൊണ്ടിരിക്കുക പ്രീ. ഇവള് തന്നെ മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ 1 hour വേണ്ടി വരും റെഡി ആവാൻ. അതൊന്നും വേണ്ട, ഇന്ന് ഞാൻ വേഗം റെഡിയാവും. കണ്ടോ? ആ, നോക്കാം. സീത, അറിയോ ഓക്കെ? മേമേ, എല്ലാരും ഒന്ന് നോക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഭാർഗവ്, ഇതെന്താ ഭാർഗവ് ഇത്? നീ യോർക്കർ എറിയും, ക്രീസിൽ വരുന്ന എല്ലാവരും ഔട്ടാക്കും, ഡ്രാമ നടക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ട് നീ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നീ എന്ത് ചെയ്യും ഭാർഗവ്? നീ അത് നോക്ക്, വരുന്നുണ്ട് നിന്റെ ഓപ്പോസിറ്റ് ടീം ക്യാപ്റ്റൻ. ആ, നീ ടോസ് ഇട്ടോ, അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം. ഹായ് മേമ.
ഹായ് അപ്പു. ഹായ് മേമ. എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ? അശോക് ചെയ്ത അറേഞ്ച്മെന്റ്സ് ആവുമ്പോ അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. വരും മേമ, എല്ലാരും വെയിറ്റ് ചെയ്യാ. അതെ അതെ, ഞങ്ങളും കാത്തിരിക്കുക. സിഹിയാണെങ്കിൽ നിങ്ങളില്ലാതെ നാടകം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെന്ന് കേട്ടു. യാ. അവള് ഞാനില്ലാതെ നാടകം ചെയ്യില്ല എന്ന് പറഞ്ഞു. നീയാണെങ്കി എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആവുമ്പോ എനിക്ക് വരാതിരിക്കാനാവോ? അല്ല, സിഹി എവിടെ? അവളിപ്പോഴും ഗ്രീൻ റൂമിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. നാടകത്തിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് വിഷ് ചെയ്യണമായിരുന്നു. ഗ്രീൻ റൂം എവിടെയാ അപ്പോ? അതാ അവിടെ, നേരെ പോയിട്ട് ലെഫ്റ്റ്. ഓക്കെ. ആദ്യമൊക്കെ മേമയ്ക്ക് സുബിയുടെ കാര്യത്തിൽ വലിയ ഡൗട്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, സുബി അവര് സിഹിയായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ദിവസം വലിയ മനപ്രയാസമായിരുന്നു മേമയോട് സത്യം പറയാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇപ്പോഴാണെങ്കിലുണ്ടല്ലോ കംപ്ലീറ്റ്ലി ഹാപ്പി സീൻസ് അടാ. ഐ മീൻ ഹാപ്പി ഫാമിലി സീൻസ്. മേമയെ നല്ല കണ്ണിലൂടെ കാണുന്ന നിനക്ക് അവരുടെ ദുഷ്ടത മനസ്സിലാകില്ല. ബട്ട് ഇന്ന് ഞാനത് കാണിച്ചു തരും. ഏയ് അശോക, നീ അവിടെ നിന്നടാ ചെയ്യുന്നേ? വാ ഇങ്ങോട്ട്. വരുന്നു. സീത, എന്തു പറ്റി? അയ്യോ, ഓക്കെ? തലവേദന വല്ലതുണ്ടോ? എനിക്കറിയില്ല പ്രിയ. എന്റെ ബർത്ത്ഡേ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് വല്ലാതെ സങ്കടം വരും. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. അല്ല സീത, ബർത്ത്ഡേ കുറിച്ചൊക്കെ നിനക്കെങ്ങനെ ഇത്ര പെട്ടെന്ന് ഓർമ്മ വന്നത്? സിഹ വൈറ്റ് ഫ്രോക്ക് ധരിച്ചില്ലേ? അത് കണ്ടപ്പോ എനിക്കിതാ ഓർമ്മ വന്നത്. സീത, നീ ഇങ്ങനെ അപ്സെറ്റ് ആയി കഴിഞ്ഞാ സിഹിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുമോ? നിന്റെ ബർത്ത്ഡേക്കൊന്നും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ സിഹി അഡോപ്റ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സീത. നീ എന്തിനാ നിന്റെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ഓർത്ത് വെറുതെ അപ്സെറ്റ് ആവുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീത, പ്ലീസ് സീത, നീ ഇങ്ങനെ വാടിപ്പോയാ സിഹിയും വാടിപ്പോകുമോളെ. അവള് പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യില്ല. അത് ശരിയാ. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് എന്നാ അതൊട്ടും ശരിയാവില്ല. സിഹി നന്നായിട്ട് നാടകം കളിക്കണം. കുട്ടികൾ എല്ലാരും അടിപൊളിയായിട്ട് കളിക്കണം. ഇതാണ് എന്റെ ഫ്രണ്ട് സീത. പോയാലോ? സുബി, നീ ഡയലോഗ് ഒക്കെ തെറ്റിച്ചാ പറയുന്നേ. എങ്ങനെയാ നീ ഇത്ര നല്ല കുട്ടിയായെന്ന് അമ്മ ചോദിക്കുമ്പോ എന്റെ അമ്മ നല്ല അമ്മയാ, അതുകൊണ്ടാ ഞാൻ നല്ല കുട്ടി ആയതെന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം, നീ പഠിപ്പിക്കല്ലേ. ഏ സിഹി, നീ ആരോടാ ഇതൊക്കെ പറയുന്നത്? എന്നോടാണോ? നിന്നോടല്ല അനി. പിന്നെ അത് ഞാൻ എന്റെ ഡയലോഗ് പറഞ്ഞോണ്ടിരുന്നതാ. നിനക്ക് അതിനെന്നെ പഠിപ്പിക്കണ്ടെന്നുള്ള ഡയലോഗ് ഇല്ലല്ലോ. അയ്യോ, ഹായ് മോം. ചേച്ചി എത്തിയോ? കണ്ടോ, കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോ എനിക്ക് സ്കൂൾ ടീച്ചർ ആയാൽ മതിയായിരുന്നാ തോന്നുന്നേ. അപ്പോ കുട്ടികളുടെ കൂടെ ദിവസവും സമയം ചെലവഴിച്ച് എനിക്ക് കുട്ടികളില്ലാത്ത വിഷമം മറക്കായിരുന്നു. സുബി, ഞാനും അനിയും എല്ലാവരും ഉണ്ടെന്ന് ക്യൂട്ടേച്ചിനെ കെട്ടിപ്പിടിച്ച് പറ. ക്യൂട്ടേച്ചി, നിങ്ങൾക്ക് സിഹിയും അഥവാ ഞാനും അനിയും എല്ലാവരും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഷോ സ്റ്റാർട്ട് ചെയ്യും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആന്റി. അക്കോഷ് അങ്കിള് ഒരു ഡയലോഗ് പോലും മറന്നു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ഡയലോഗും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ, സമയമായല്ലോ. എല്ലാവർക്കും ബാക്ക് സ്റ്റേജിലേക്ക് പോവാം. സിഹി, അനി, വാ. അനി, നന്നായിട്ട് ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോം. സിഹി, സ്പെഷ്യൽ ആയിട്ടാ നിന്നോട് പറയുന്നത്. നീ എല്ലാവരെക്കാളും നന്നായിട്ട് ചെയ്യണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്സ്.
എനിക്ക് കുറച്ച് ഡയലോഗ് പ്രാക്ടീസ് ചെയ്യാനും ഉണ്ട്, പിന്നെ റെഡി ആകാനും ഉണ്ട്. നിങ്ങൾ ഇവരെല്ലാരെയും കൊണ്ട് അങ്ങോട്ട് പോയിക്കോ, ഞാൻ വന്നോളാം. ശരി, ഇവരെല്ലാം ഞാൻ സ്റ്റേജിന്റെ അടുത്തോട്ട് കൊണ്ടുപോട്ടെ. നീ പ്രാക്ടീസ് ചെയ്തോ, ഞാൻ വന്ന് കൊണ്ടുപോക്കോളാം കേട്ടോ. എല്ലാരും വാ.